പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, അതിലെ പേജ് നമ്പർ 82-ലെ ഒരു 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ്. The product of two numbers is 5 more than the product of the larger of the numbers increased by 1 and the smaller decreased by 1. How much is the increase in the product if the larger is decreased by 1 and the smaller increased by 1? ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാവും. അതായത് ഒരു 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് വലിയ സംഖ്യ 1 കൂട്ടി അതുപോലെ ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചതിനേക്കാൾ 5 കൂടുതലാണ് എങ്കിൽ വലിയ സംഖ്യ 1 കുറയ്ക്കുകയും ചെറിയ സംഖ്യയോട് 1 കൂട്ടുകയും ചെയ്താൽ കിട്ടുന്ന സംഖ്യകളുടെ പ്രോഡക്റ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എക്സും വൈയും ആയിട്ട് നമുക്ക് ഈ സംഖ്യകളെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയോട് 1 കൂട്ടി x+1, ചെറുതിൽ നിന്ന് 1 കുറച്ചു y-1, അതിനോട് 5 കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യകളുടെ പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം x+1 × y-1 എന്ന് പറയുന്നത് xy മൈനസ് എക്സ് പ്ലസ് വൈ -1 ആണെന്നറിയാം. അതായത് എക്സ് വൈ മൈനസ് ബ്രാക്കറ്റിൽ എക്സ് മൈനസ് വൈ -1, ഇത്രയും ഭാഗമാണ് x+1 × y-1. അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് എക്സ് വൈ കിട്ടുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് വൈ, ഈ ഇടതുവശത്ത് കിടക്കുന്ന എക്സ് വൈയെ ഞാൻ വലതുവശത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ വലതുവശത്തിന് ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാലും മതി, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ബാക്കി വരുന്നത് -x-y പ്ലസ് 4 എങ്ങനെ കിട്ടിയേ, -1 + 5 = xy - xy. അപ്പോൾ ഇതിനകത്തൊരു മൈനസ് ബ്രാക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ -x-y + 4 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മൈനസ് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, x-y = 4 എന്ന ആൻസർ കിട്ടും. അതിനൊരു ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. അപ്പോൾ x-yയുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇഫ് ദ ലാർജ് നമ്പർ ഡിക്രീസ്ഡ് ബൈ 1, വലുത് അതിൽ നിന്ന് 1 കുറച്ചു, ചെറുതിനോട് 1 കൂട്ടി. അപ്പോൾ എന്തുവരും, x-1 × y+1 എന്ന് പറയുന്നത് xy + x-y -1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാം xy + x-yയുടെ വാല്യൂ നമുക്കറിയാം എത്രയാ, 4. 4ൽ നിന്ന് 1 കുറച്ചു, അത് ആദ്യത്തെ പ്രോഡക്റ്റിനേക്കാൾ 3 കൂടുതലാണ്. എത്ര ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ എത്രയുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ദ പ്രോഡക്റ്റ്, ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് 1 കുറയ്ക്കുകയും ചെറുതിനോട് 1 കൂട്ടുകയും ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തേനേക്കാൾ 3 കൂടുതലാണ്. അപ്പോൾ ചോദ്യം കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. 3ാമത്തെ ചോദ്യം ഇതാണ്. The product of the larger of two numbers increased by 1 and the smaller decreased by 1 is 540. ആദ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടി എളുപ്പമായി. അതുപോലെ തന്നെ ചെറുത് 1 കുറച്ചു, വലുതിൽ നിന്ന് 1 കുറച്ചു, അതുപോലെ ചെറുതിനോട് 1 കൂട്ടി. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 560 ആണ്. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ദംസെൽഫ്? അപ്പോൾ നമ്പേഴ്സ് എക്സും വൈയും ആണെങ്കിൽ നമുക്ക് ആദ്യം കാണേണ്ടത് x × y ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് പറയുന്നത് x - y ആണ് കാണേണ്ടത്. വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വലിയ നമ്പറിനോട് 1 കൂട്ടി ചെറുതിനോട് 1 കുറച്ചു. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, x+1 × y-1 എന്ന് പറയുന്നത് 540 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്കറിയാം xy - x - y -1 എന്ന് പറയുന്നത് 540 ആണ്.
അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 540. ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ +1 ആവും. എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 541 ആയി. ഫസ്റ്റ് ഇക്വേഷനായി. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വലുതിൽ നിന്ന് 1 കുറച്ചു, ചെറുതിനോട് 1 കൂട്ടി. വലുതിൽ നിന്ന് 1 കുറച്ചു, ചെറുതിനോട് 1 കൂട്ടി. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 560 കിട്ടി. അപ്പോൾ എക്സ് വൈ ഇത് പ്രോഡക്റ്റ് അല്ലെ, ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ എക്സ് വൈ പ്ലസ്, അതായത് ഇവിടെ കുറയുന്നതായതുകൊണ്ട് ഈ എക്സും 1ഉം കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ പ്ലസ് ആണ് കിട്ടുന്നത്. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ മൈനസ് ആണ് കിട്ടുന്നത്. പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 എന്ന് പറയുന്നത് 561. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈ 1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? 560 561 സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ താഴെ എഴുതി കൂട്ടുകയാണ്. വിത്ത് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൂട്ടി കഴിയുമ്പോൾ എക്സ് വൈയും കൂടെ കൂട്ടി കഴിയുമ്പോൾ 2xy എന്നാവും. 541 561 കൂടെ കൂട്ടുമ്പോൾ 1102 എന്ന് കിട്ടും. 2xy എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് 1102നെ 2 കൊണ്ട് ഹരിച്ചു 551 കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് വൈ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷനാണ് വലിയ സംഖ്യ ഉള്ളത് അല്ലേ, 561. ഒന്നാമത്തതിൻ്റെ അകത്ത് ചെറിയ സംഖ്യയാണ് അതിനേക്കാൾ 541. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 561 നിന്ന് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 541 കുറയ്ക്കുക. ആദ്യം കൂട്ടുകയാണ് ഇത്, രണ്ടാമത് കുറയ്ക്കുമ്പോൾ എക്സ് വൈയും കൂടെ എന്തായി പോവും? എക്സ് വൈയും കൂടെ 0 ആയി പോവും. ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ എക്സ് മൈനസ് വൈ എത്ര പ്രാവശ്യം വരും? 2 പ്രാവശ്യം. 2 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 20 ആവും. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 20യുടെ പകുതി 10. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് നമ്മൾ എന്താ പറയണേ, പെയർ ഓഫ് ഇക്വേഷനിൽ പഠിച്ചതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ 80ാമത്തെ പേജിലൊക്കെ ചെയ്ത ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 4xy. നമ്മൾ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. എക്സ് മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ സ്ക്വയറിൽ നിന്ന് 4xy കുറയ്ക്കുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ റിവേഴ്സാണ് ചെയ്യുന്നത്. എക്സ് പ്ലസ് വൈ സ്ക്വയർ, കാരണം നമുക്കിവിടെ എക്സ് മൈനസ് വൈ ആണ് കിട്ടിയിരിക്കുന്നത്. എക്സ് മൈനസ് വൈയുടെ സ്ക്വയറിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 4xy കൂട്ടുന്നതാണ്. അതായത് എക്സ് മൈനസ് വൈ 10 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നത് 551 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 പ്ലസ് 2204 2304 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് 48 എന്ന് കിട്ടി. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 10ഉം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 48ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ വ്യത്യാസവും അറിയാമെങ്കിൽ, വലിയ സംഖ്യ കാണണമെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. അതായത് അതിന് സമ്മിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 58ൻ്റെ പകുതി 29 എന്ന് കിട്ടും. ചെറിയ സംഖ്യ കാണണമെങ്കിൽ 48ൽ നിന്ന് 10 കുറയ്ക്കുക. ഇത് 7ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. 38ൻ്റെ പകുതി 19 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സംഖ്യകളും കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ 3 പാർട്ടിൻ്റെയും ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 meters ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 2 meters, ഇറ്റ്സ് ഏരിയ വുഡ് ഡിക്രീസ് ബൈ 10 square meters. If the length is decreased by 2 meters and breadth increased by 3 meters, area would increase by 30 square meters. Calculate length and breadth of the rectangle. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഒരു ചതുരത്തിൽ നീളം 3 മീറ്റർ കൂടുന്നു, വീതി 2 മീറ്റർ കുറയുന്നു, ഏരിയ 10 സ്ക്വയർ മീറ്റർ കുറയും. അടുത്ത ഇനി നേരെ റിവേഴ്സാണ്. നീളം 2 മീറ്റർ കുറഞ്ഞു, വീതി 3 മീറ്റർ കൂടിയപ്പോൾ ഏരിയ 30 സ്ക്വയർ മീറ്റർ കൂടി. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്
ലെങ്തിനെ എക്സ് എന്ന് എടുത്തു, ബ്രെഡ്ത്ത് വൈ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയും. ഇഫ് ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 3, നീളം 3 കൂടി വീതി 2 കുറഞ്ഞെങ്കിൽ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 എന്ന് പറയുന്നത് എക്സ് വൈ മൈനസ് 10 ആണ്. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ എക്സ് വൈ മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 എന്ന് പറയുന്നത് എക്സ് വൈ മൈനസ് 10. ഇപ്പോൾ ഞാൻ ഈ എക്സ് വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ഈ ആറിനെ ഇപ്പുറത്തേക്കും കൊണ്ടുപോവാണ് വലത് സൈഡിലേക്ക്. ഇപ്പോൾ എക്സ് വൈ മൈനസ് ഈ എക്സ് വൈ മൈനസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 6. എക്സ് വൈയും കൂടെ ക്യാൻസലായി പോകും, കാരണം ഇത് ഒരു ഇതിൽ നിന്ന് അത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ 0 ആണല്ലോ. മൈനസ് 2x പ്ലസ് 3y എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. ഇഫ് ദ ലെങ്ത് ഡിക്രീസ്ഡ് ബൈ 2 ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 3, അപ്പോൾ എക്സ് എന്താവും? എക്സ് മൈനസ് 2 ആവും, വൈ പ്ലസ് 3 ആവും. അപ്പോൾ ആദ്യത്തെ ഏരിയയിൽ നിന്ന് 30 കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലസ് 3x മൈനസ് 2y മൈനസ് 6 എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് 30 ആണ്. അപ്പോൾ എക്സ് വൈ ഈ ആദ്യം പറഞ്ഞ പോലെ എക്സ് വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൈനസ് എക്സ് വൈ ആയി, പ്ലസ് 3x മൈനസ് 2y എന്ന് പറയുന്നത് 30 പ്ലസ് 6. അപ്പോൾ ബാക്കി എന്ത് വരും? 3x മൈനസ് 2y എന്ന് പറയുന്നത് 36 എന്ന് പറയുന്ന ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്കറിയാം 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഇതാണ്, ഏതാണ്? ഇതാണ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് സെയിം ആക്കാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ മൈനസ് 2 എന്നുള്ളത് മൈനസ് 6 ആവും. സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 എന്നുള്ളത് 6 ആവും. അപ്പം മൈനസ് 6x 3 ഇൻറ്റു 3 9y ഈസ് ഈക്വൽ ടു മൈനസ് 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12y. അടുത്ത സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6x മൈനസ് 2 ഇൻറ്റു 2 4y മൈനസ് 4y ഈസ് ഈക്വൽ ടു 36ൻ്റെ ഇരട്ടി 72 വരും. ഇത് തമ്മിൽ കൂട്ടി കഴിയുമ്പോൾ ഇത്രയും ഭാഗം അങ്ങോട്ട് 0 ആയി പോകും, കാരണം പ്ലസും മൈനസും കൂടെ കൂട്ടി കഴിയുമ്പോൾ 0 ആണ്. 9 മൈനസ് 4 5y എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? നമുക്കറിയാലോ മൈനസ് 12 പ്ലസ് 72 എന്ന് പറയുന്നത് 60 ആണല്ലോ. 72ൽ നിന്ന് 12 കുറച്ചു, അപ്പോൾ y കാണുന്നത് 60 ബൈ 5 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2, അപ്പോൾ 3x മൈനസ് 2 ഇൻറ്റു 12, വൈയുടെ വാല്യൂ 12 ആണ്, ഇസ് ഈക്വൽ ടു 36. അപ്പോൾ 3x മൈനസ് 24 ഇസ് ഈക്വൽ ടു 36 എന്ന് കിട്ടി. 3x ഈക്വൽ ടു ഈ 24 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും, അപ്പോൾ 60 വരും. ഇപ്പോൾ x ഈക്വൽ ടു 60 ബൈ 3 20 കിട്ടി. ഇപ്പോൾ ലെങ്ത് 20 ആണ്, ബ്രെഡ്ത്ത് 12 ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടെ കൂട്ടുക, യുവും വിയും കൂടെ കൂട്ടുക, അതായത് തുകകൾ തമ്മിൽ ഗുണിച്ചാൽ സമ്മുകളുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ഒന്നും ആലോചിക്കാനില്ല, ഇതിൻ്റെ പ്ലസോ മൈനസോ ഒക്കെ എന്ത് വേണേലും വന്നോട്ടെ. എക്സ് ഇൻറ്റു യു കാണുക, എക്സ് ഇൻറ്റു വി കാണുക, വൈ ഇൻറ്റു യു കാണുക, വൈ ഇൻറ്റു വി കാണുക. അതിനനുസരിച്ചുള്ള ആ ചിഹ്നം കൂടി കൊടുത്താൽ മതി. സൈൻ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ഇനി രണ്ടും മൈനസ് ആണെങ്കിൽ അതിനനുസരിച്ച് ചിഹ്നം മാറ്റി കൊടുക്കുക. എക്സ് യു മൈനസ് എക്സ് വി, മൈനസ് അല്ല സോറി, മൈനസ് വൈ യു പ്ലസ് വൈ വി. ഈ മൈനസും മൈനസും ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. ഇനി ഒരെണ്ണം പ്ലസ്, അടുത്ത മൈനസ് യു വി. ഇനി ആദ്യത്തത് മൈനസ്, രണ്ടാമത്തത് പ്ലസ്. ഇതനുസരിച്ച് നമ്മൾ ചുമ്മാ ഗുണിച്ചിട്ട് ആ ചിഹ്നം കൊടുത്താൽ മതി. ഇതെല്ലാം പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ചെയ്തു നോക്കുക. ഓക്കെ.